ഹലോ എവരി വൺ, വെൽക്കം ടു കാഴ്സ് ആൻഡ് ഡ്രൈവ്സ്. ഉള്ളത് പറയാലോ, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു DJI Mini 2 ഡ്രോൺ ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നു. സോ ജുവൽ ആൻഡ് ലിയ, താങ്ക് യു സോ മച്ച് ഫോർ ദി ഡ്രോൺ. ഞാനിന്ന് ആ ഡ്രോണൊക്കെ ആയിട്ട് ടിറ്റിസേ എന്ന് പറയുന്ന ഒരു ലേക്കും പിന്നെ ഫെൽബർഗ് എന്ന് പറയുന്ന മഞ്ഞുമലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഒരാൾ റീസെൻ്റ്ലിയാണ് ജർമ്മനിയിൽ വന്നത്. അപ്പോൾ ആ ഫ്രണ്ട് ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങളുടെ പരിസരത്തുള്ളതിൽ ഇപ്പോൾ മഞ്ഞ് അവൈലബിൾ ആയിട്ടുള്ള ഏത് സ്ഥലമാണെന്ന് തപ്പി കണ്ടുപിടിച്ചപ്പോഴാണ് ബ്ലാക്ക് ഫോറസ്റ്റിലെ ഹയസ്റ്റ് മൗണ്ടൻസിൽ ഒരെണ്ണമായിട്ടുള്ള ഫെൽഡ്ബർഗിൽ ഇപ്പോഴും മഞ്ഞുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് നേരെ ഒരു വീക്കെൻഡ് വെച്ച് പിടിച്ച് വന്നു. അപ്പോൾ ആക്ച്വലി മഞ്ഞ് ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അത്യാവശ്യം നല്ല കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഫെൽഡ്ബർഗ് ഒരു സ്കീയിങ് സ്ഥലമാണ്. അവിടെ ആൾക്കാർ സ്കീയിങ്ങിനൊക്കെ വേണ്ടി വരുന്നതും സ്കീ ലിഫ്റ്റും കാര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ മുകളിലേക്ക് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ മഞ്ഞുണ്ട്. ആക്ച്വലി സ്കീ ചെയ്യുമ്പോൾ അതിന് മഞ്ഞുണ്ട്, പക്ഷേ കൊറോണയൊക്കെ കാരണം ആരും സ്കീ ചെയ്യുന്നില്ല. എന്നാലും സ്ഥലം മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഡ്രോൺ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും നല്ല സ്ഥലമാണെന്ന് തോന്നി. ഫെൽഡ്ബർഗ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കീയിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ കാണുന്ന വലിയ ബിൽഡിങ്സൊക്കെ ഇവിടെയുള്ള ഓരോ ഹോട്ടൽസൊക്കെയാണ്. നമുക്ക് സ്കീ റിസോർട്ട് പോലെ വന്ന് കുറേ ദിവസത്തേക്ക് താമസിച്ച് ഫാമിലിയായിട്ട് സ്കീ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ വിൻ്ററിൽ ഇവിടെ ഒരു സ്കീയിങ് കോഴ്സൊക്കെ ചെയ്യണമെന്ന് ഓർത്തതാണ്, പക്ഷേ കൊറോണ കാരണം എല്ലാം ക്യാൻസൽഡ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ മുമ്പ് കാണുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്റുകൾ പോലെ മുകളിലേക്ക് ഓരോ കാല് കുത്തി വെച്ചിരിക്കുന്ന പോലെ കാണുന്നത് സ്കീ ലിഫ്റ്റുകളാണ്. നമ്മൾ സ്കീയിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ ആയിട്ട് മലയുടെ മുകളിലേക്ക് കയറി പോകാനുള്ള സ്കീ ലിഫ്റ്റുകളും റോപ്പ് വേ ഒക്കെയാണ് ആ കാണുന്നത്. 3 പേര് കിളി പോയിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് പുറമേ നോക്കിയാൽ കോമഡി ആയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഡ്രോണിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നതാണ് ഈ കാണുന്നത് ആക്ച്വലി. ഈ മഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. ഏത് പ്രായമുള്ള ആളെയും ഒരു കുട്ടിയാക്കി മാറ്റാനുള്ള കഴിവ് ഈ മഞ്ഞിനുണ്ട്. ഇത് എപ്പോൾ മഞ്ഞ് കണ്ടാലും ഒരു സന്തോഷമാണ്. ഇത് ഈക്വറ്റോറിയൽ റീജിയനിൽ കിടന്ന് മഞ്ഞ് ഇതുവരെ കാണാതെ കിടന്ന് വന്നൊരു മലയാളിയായി എൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ യൂറോപ്യൻ ഫ്രണ്ട്സ് പോലും, സ്ഥിരം എല്ലാ വർഷവും മഞ്ഞ് കാണുന്ന ഫ്രണ്ട്സിന് പോലും അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് സ്നോ എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. സ്നോ വരുമ്പോൾ എല്ലാവരും അതിൽ കളിക്കാൻ ഇറങ്ങുന്നു. അത് വെച്ചിട്ട് ഓരോരോ സ്നോമാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. മഞ്ഞ് എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും. ഞാനവിടെ ഡ്രോൺ അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടപ്പോഴാണ് ജർമ്മനിയിൽ ഡ്രോൺ പറത്താൻ എത്ര ചെറിയ ഡ്രോൺ ആണെങ്കിലും, ഈവൻ 250 ഗ്രാംസിൽ താഴെയുള്ള ഡ്രോൺ ആണെങ്കിൽ കൂടി, ക്യാമറ ഉള്ള ഒരു ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോൺ
ഓൺലൈനായിട്ടൊരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇവിടുത്തെ ജർമ്മൻ സിവിൽ ഏവിയേഷൻ്റെ ഒരു പോർട്ടലുണ്ട്. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു ID നമ്പർ കിട്ടി. ആ ID നമ്പർ ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറിൽ നമ്മുടെ ഡ്രോണിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് പറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഡ്രോൺ പറത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. 2021 തൊട്ടൊക്കെയാണ് റൂൾസിൽ കുറേ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഡ്രോൺ പറപ്പിക്കാൻ ആഗ്രഹമുള്ളവർ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ ചാൻസ് ഉള്ള വരനാണ് പറക്കാനുള്ള കഴിവ്. ഈ പറക്കാനുള്ള കഴിവിനോട് വളരെ സാമ്യമുള്ളത്, അല്ലെങ്കിൽ അതിനോട് വളരെ അടുത്തെത്തുന്നതാണ് ഈ ഡ്രോൺ പറപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല്. ഇങ്ങനെ ഉയരത്തിൽ പറന്ന് പക്ഷികളൊക്കെ കാണുന്നത് എന്താണെന്ന് കാണുകയും മരങ്ങളുടെയൊക്കെ മുകളിൽ കൂടെ പറന്ന് നടക്കാൻ പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണോ തോന്നുന്നത്, അതുപോലത്തെ ഒരു ഫീലിംഗാണ് ഡ്രോൺ പറപ്പിക്കുമ്പോഴും കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് പെർഫെക്റ്റ് അല്ലാത്ത ക്ലിപ്സാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ഇതിൽ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും എന്ന് ഞാൻ ആക്ച്വലി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഫെൽബെർഗും മഞ്ഞെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് പതുക്കെ ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾക്ക് ടിറ്റിസേ എന്ന് പറയുന്ന ഒരു ലേക്കിലേക്കാണ് പോകേണ്ടത്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പരിസരത്തുള്ള അത്യാവശ്യം വലിയൊരു ലേക്കാണ്. ഇനി അവിടെ വെച്ച് കാണാം. ടിറ്റിസേ ഇരിക്കുന്ന സിറ്റി ആയിട്ടുള്ള നോയസ്റ്റാട്ടാണ് ഈ കാണുന്നത്. ഒരു പ്രോപ്പർ ടൂറിസ്റ്റ് സിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് വരുമ്പോൾ ഒറ്റയടിക്ക് മനസ്സിലാവും. ശരിക്കും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നിറച്ചുള്ളൊരു സ്ഥലം. ഇപ്പോൾ കോഫി ഷോപ്പായാലും ഐസ്ക്രീം ഷോപ്പായാലും സുവനീർ ഷോപ്പുകളായാലും പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കുക്കു ക്ലോക്കുകൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ക്ലോക്കുകൾ, വാച്ചുകൾ, അതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റ് സുവനീർസൊക്കെ ആയിട്ട് മൊത്തം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു സിറ്റിയാണ്. വളരെ നീറ്റ് ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. നമുക്ക് ശരിക്കും ഇവിടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നും. വളരെ ചില്ലൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ടിറ്റിസേ നോയസ്റ്റാട്ട്. അപ്പോൾ നമ്മൾ ആ സിറ്റിയുടെ നടുക്കൂടെ ഇങ്ങനെ നടന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ലേക്കിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. അവിടെ വാക്ക് വേസ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, സൈക്ലിങ്ങിനുള്ള പാത്ത്സ് ഉണ്ട്, അല്ലാതെ നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ള കുറേ പാത്തുകളുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ചുമ്മാ ആ ലേക്കിൻ്റെ ചുറ്റും ഇരിക്കാൻ കുറേ സ്ഥലങ്ങളും ബെഞ്ചും അല്ലെങ്കിൽ വെറുതെ മണലിൽ പോലും നമുക്ക് ഇരിക്കാൻ പാകത്തിന് ക്ലീനാണ്. അവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒത്തിരി ആൾക്കാർ, അവർ അതിൽ നടക്കുന്ന താറാവുകൾക്ക് തീറ്റ കൊടുക്കുന്നു, ചുമ്മാ ടൈം എൻജോയ് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ചില്ലൗട്ട് മൂഡാണ് ഈ ലേക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ. ബ്ലാക്ക് ഫോറസ്റ്റ് പരിസരത്ത് വന്നാൽ ഇങ്ങനെ ബ്രെത്ത് ടേക്കിംഗ് ആയിട്ട് കുറേ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് എല്ലാം തന്നെ. പക്ഷേ എല്ലാം ഒരേ ടൈപ്പ് മരമാണ്. ഈ പൈൻ മരം പോലത്തെ ഒരു മരമാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഡൈവേഴ്സിറ്റി ഇല്ല, കാണാനുള്ളൊരു ഭംഗിയുണ്ടെന്നുള്ളൂ. അല്ലാതെ ഭയങ്കര കിടിലൻ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഒന്നും ഇവിടുത്തെ കാടുകളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ എല്ലാവരും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളും ഒരു ഐസ്ക്രീമും കോഫിയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ തീരത്ത് വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതെ, പ്രത്യേകിച്ച് വർത്തമാനം പോലും പറയാതെ, വെറുതെ ഇങ്ങനെ ലേക്കിലേക്ക് നോക്കി താറാവുകളെ നോക്കി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.